ദേശീയ നേതാക്കൾ നിറഞ്ഞു നിൽക്കുന്ന കൊട്ടിക്കലാശം. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ ഒരു ദിനം. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക്. ഇരു മുന്നണികളും വലിയ വിജയപ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. കഴിഞ്ഞ തവണത്തെ പരാജയം ആവർത്തിക്കില്ലെന്നാണ് LDFന്റെ വാദം. എന്നാൽ ഇത്തവണ 20 സീറ്റിലും വിജയിക്കുമെന്നാണ് UDFന്റെ പ്രതീക്ഷകൾ. ഇത്തവണ കേരളത്തിൽ താമര വിരിയുമെന്നാണ് BJPയുടെ അവകാശവാദം. തൃശൂരിലും തിരുവനന്തപുരത്തും BJP ശക്തമായ പ്രതിരോധമാണ് ഇരു മുന്നണികൾക്കും തീർത്തിരിക്കുന്നത്. കേരളത്തിൽ വയനാട്, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട, ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങളാണ് VIP മണ്ഡലമായി പരിഗണിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, തൃശൂർ, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് അരങ്ങേറുന്നത്. കേന്ദ്രമന്ത്രി, സിറ്റിംഗ് MP, സിറ്റിംഗ് MLA എന്നിവർ ഏറ്റുമുട്ടുന്ന ആറ്റിങ്ങലിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതാവായ KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയും ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലമാണ്. BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ശക്തമായ പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത്. സിറ്റിംഗ് MP AM ആരിഫും ശക്തമായ പോരാട്ടവുമായി രംഗത്തുണ്ട്. തൃശൂരിൽ 3 സ്ഥാനാർത്ഥികളും വിജയ പ്രതീക്ഷയിലാണ്. മുൻ മന്ത്രി VS സുനിൽകുമാറാണ് LDF സ്ഥാനാർത്ഥി. കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരനും BJP നേതാവ് സുരേഷ് ഗോപിയും വലിയ വിജയപ്രതീക്ഷയിലാണ് കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നത്. തീ പാറുന്ന മത്സരമാണ് വടകരയിൽ നടക്കുന്നത്. CPM കോൺഗ്രസ് പോരാട്ടമായി വടകര മാറിയിട്ടുണ്ട്. ആരോപണവും പ്രത്യാരോപണവും ബോംബ് രാഷ്ട്രീയവുമൊക്കെയായി കുഴഞ്ഞു മറഞ്ഞു കിടക്കുന്ന മത്സരമാണ് വടകരയിൽ അരങ്ങേറുന്നത്. അശ്ലീല വീഡിയോ ആരോപണവും KK ശൈലജയുടെ പരാതിയും പിന്നീട് അശ്ലീല വീഡിയോ ഇല്ലെന്ന വെളിപ്പെടുത്തലും ഷാഫിയുടെ വക്കീൽ നോട്ടീസും ഒക്കെയായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന മണ്ഡലമാണ് വടകര. ഇടതുപക്ഷവും BJPയും തമ്മിലുള്ള മത്സരമാണ് തിരുവനന്തപുരത്ത് നടക്കുന്നതെന്നാണ് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. BJPയാണ് മുന്നിലെന്നും പന്ന്യൻ പറയുന്നു. നമ്മൾ തൊട്ടു പിന്നിൽ നിൽക്കുകയാണ്. ശശി തരൂർ ഏറെ പിന്നിലാണെന്നുമാണ് പന്ന്യന്റെ പ്രതികരണം. എന്നാൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്നാണ് UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ അവകാശവാദം. ശക്തമായ ത്രികോണ മത്സരം അരങ്ങേറുന്ന തിരുവനന്തപുരത്ത് 3 സ്ഥാനാർത്ഥികളും വിജയ പ്രതീക്ഷയിലാണ്. ഇടതു വോട്ടുകൾ കോൺഗ്രസിലേക്ക് ചോരുമെന്നും കോൺഗ്രസ് വോട്ടുകൾ ഉണ്ടാവുമെന്നുള്ള BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണത്തെ അതിജീവിക്കാനുള്ള ശ്രമമായാണ് പന്ന്യന്റെ പുതിയ വെളിപ്പെടുത്തലിനെ കാണുന്നത്. കേരളത്തിൽ ഇടതുമുന്നണിയും BJPയും തമ്മിലാണ് മത്സരമെന്ന LDF കൺവീനർ EP ജയരാജന്റെ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞ CPI അവസാനം മുന്നിൽ BJP ആണെന്നും ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരമെന്നും അവസാന ദിവസം പ്രസ്താവന നടത്തിയതിനു പിന്നിലെ രാഷ്ട്രീയം വ്യക്തമാണ്. കേരള കോൺഗ്രസുകൾ തമ്മിലല്ല കോട്ടയത്ത് മത്സരമെന്നും UDFും LDFും തമ്മിലാണെന്നും തന്റെ വിജയം ഉറപ്പാണെന്നുമാണ് കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ അവകാശവാദം. NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും ശക്തമായ മത്സരമാണ് കോട്ടയത്ത് കാഴ്ചവെക്കുന്നത്. കോട്ടയത്തെ സിറ്റിംഗ് MP ചാഴിക്കാടനും വിജയ പ്രതീക്ഷയിലാണ്. പത്തനംതിട്ടയിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കും സിറ്റിംഗ് MP ആന്റോ ആന്റണിയും ഒരുപോലെ വിജയ പ്രതീക്ഷയിലാണ്. BJP സ്ഥാനാർത്ഥി ദുർബലനായതിനാൽ വോട്ടുകൾ CPMലേക്ക് ചോരുമെന്നാണ് ആന്റോ ആന്റണിയുടെ ആരോപണം. എന്നാൽ അനിൽ ആന്റണിയും വലിയ വിജയ പ്രതീക്ഷയിലാണ്. 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ അവകാശപ്പെടുന്നത്. എറണാകുളത്ത് CPM വിജയപ്രതീക്ഷയൊന്നും വെച്ചു പുലർത്തുന്നില്ലെങ്കിലും നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ്. ഹൈബിയുടെ ഭൂരിപക്ഷം പരമാവധി കുറയ്ക്കുകയെന്നാണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത്. ഒരു അട്ടിമറി വിജയവും ഷൈൻ ടീച്ചറുടെ ലക്ഷ്യമാണ്. സമസ്തയുമായുള്ള മുസ്ലിം ലീഗിലെ തർക്കം പൊന്നാനിയിൽ തിരിച്ചടി കിട്ടുമോ എന്ന ഭയത്തിലാണ് UDF. എന്നാൽ UDF സ്ഥാനാർത്ഥി അബ്ദുൾ സമദ് സമദാനിയാവട്ടെ വൻ വിജയം നേരിടുമെന്ന ശുഭ പ്രതീക്ഷയിലുമാണ്. സമസ്ത വിഷയം വോട്ടിങ്ങിനെ ബാധിക്കില്ലെന്നാണ് ലീഗ് നേതൃത്വവും പറയുന്നത്. എന്നാൽ സമസ്തയുടെ സ്ഥാനാർത്ഥിയാണ് KS ഹംസ എന്ന ശക്തമായ ആരോപണം
തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് CPM കേന്ദ്രങ്ങൾ. എന്നാൽ മലപ്പുറത്തെ പച്ച പുതപ്പിക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് ലീഗ് അണികൾ. മലപ്പുറത്ത് ആദ്യമായി മത്സരിക്കുന്ന ET മുഹമ്മദ് ബഷീറിന് ചരിത്ര വിജയം സമ്മാനിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്നാണ് UDFന്റെയും അവകാശവാദം. മലപ്പുറം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി തന്നെ അറിയപ്പെടും. കോഴിക്കോട്, പാലക്കാട് മണ്ഡലങ്ങളിൽ ഇരു മുന്നണികളും വിജയപ്രതീക്ഷയിലാണ്. പാലക്കാട് BJP ശക്തമായ പ്രതിരോധമാണ് ഇരു മുന്നണികൾക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. മന്ത്രി K രാധാകൃഷ്ണൻ മത്സരിക്കുന്ന ആലത്തൂരിലും CPM വിജയപ്രതീക്ഷയിലാണ്. എന്നാൽ ഒരു അട്ടിമറിക്കും സാധ്യതയില്ലെന്നും പാട്ടും പാടി താൻ ജയിക്കുമെന്നാണ് സിറ്റിംഗ് MP രമ്യ ഹരിദാസിന്റെ പ്രതീക്ഷകൾ. ചാലക്കുടിയിൽ 2020 സ്ഥാനാർത്ഥിയിലുള്ള വിശ്വാസമാണ് LDF സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ. 2020 പിടിക്കുന്ന വോട്ടുകൾ LDFന് ഗുണമാവുമെന്നാണ് രവീന്ദ്രനാഥ് പറയുന്നത്. മുൻ മന്ത്രി കൂടിയായ രവീന്ദ്രനാഥും സിറ്റിംഗ് MP ബെന്നി ബെഹനാനും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ്. സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ UDF മണ്ഡലമാണ് ചാലക്കുടി. ഇടുക്കിയിലും UDF വിജയപ്രതീക്ഷയിലാണ്. മുൻ MP ജോയ്സ് ജോർജും സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസും തമ്മിലാണ് മത്സരം. KPCC അധ്യക്ഷനും സിറ്റിംഗ് MPയുമായ K സുധാകരനും CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനും തമ്മിലാണ് മത്സരം. കാസർഗോഡും ശക്തമായ മത്സരമാണ് നടക്കുന്നത്. സിറ്റിംഗ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ വൻ ഭൂരിപക്ഷത്തിൽ തുടർ വിജയം നേരിടുമെന്ന ശുഭപ്രതീക്ഷയിലാണ്. CPM ജില്ലാ സെക്രട്ടറി കൂടിയായ LDF സ്ഥാനാർത്ഥി പരമ്പരാഗത LDF വോട്ട് തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ്. ഇന്ത്യ മുന്നണിയിലെ രണ്ട് പ്രഗത്ഭ നേതാക്കൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന വയനാടാണ് രാജ്യത്തു തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും CPIയുടെ ദേശീയ നേതാവ് ആനി രാജയും തമ്മിലാണ് ഇവിടെ പോരാട്ടം. CPI ദേശീയ സെക്രട്ടറി A രാജയുടെ പത്നിയാണ് ആനി രാജ. ദേശീയ തലത്തിൽ ഒരുമിച്ച് നിൽക്കുന്നവർ കേരളത്തിൽ ഏറ്റുമുട്ടുന്നുവെന്ന രാഷ്ട്രീയ പ്രതിയോഗികളുടെ പരിഹാസത്തിന് വേദിയാവുന്ന മണ്ഡലം കൂടിയാണ് വയനാട്. വയനാട്ടിൽ ഇത് 2ാം തവണയാണ് രാഹുൽ മത്സരിക്കാനെത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിയുടെ സമാപനത്തിന് കൊഴുപ്പേകാൻ സഹോദരി പ്രിയങ്കയും എത്തിയിരുന്നു.